അസന്മാർഗിക അല്ലെങ്കിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ പറയുന്ന ഒരു ടേമാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത്. അങ്ങനെ ഇത്തരം അസാന്മാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കേരളത്തിൽ പൊതുവായി ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്നുണ്ട് എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഡോക്ടർ ജിൻഡോ ജോൺ മാധു തിരക്ക് പിടിക്കില്ലേ, മാധു തിരക്ക് പിടിക്കില്ല. ഞാൻ പൂർത്തിയാക്കട്ടെ, പകുതി പറഞ്ഞിട്ട് വിവാദമാകുന്നു പറയില്ലേ. ഇത്തരത്തിൽ ചില ആളുകളെയൊക്കെ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഉള്ളൂ. അല്ലാതെ ഞാൻ ഉണ്ണികൃഷ്ണന്മാർ മുഴുവൻ മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണന്മാർ മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞോ അങ്ങ് പറഞ്ഞു അസാന്മാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പൊതുവെ നമ്മുടെ നാട്ടിൽ ഉണ്ണികൃഷ്ണന്മാരെന്നൊക്കെ വിളിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് 10-35 വയസ്സായി. ഈ 10-35 വയസ്സിലേക്ക് ഞാൻ ഇതുവരെ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്നവരെ ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്ന ഒരു നാടിനെ കുറിച്ചും കേട്ടിട്ടില്ല. ഈ പാനലിൽ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും തിരുത്താം. ഞാൻ 1 മിനിറ്റ് മൗനം ആചരിക്കാൻ തയ്യാറാണ്. അല്ല മാധു, ഈ നാട്ടും പുറത്ത് ഇത്തരത്തിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന ആളുകളെ മുഴുവൻ ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്നു ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്നു ഞാൻ പറഞ്ഞോ? മുഴുവൻ ആളുകൾ പറഞ്ഞ ആ സെന്റൻസ് ഒന്നും കൂടി ആവർത്തിക്കൂ. നാട്ടിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകൾ ഉണ്ണികൃഷ്ണന്മാരാണോ? അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്ന് ആവർത്തിക്കൂ. നാട്ടിൽ അസാന്മാർഗിക മാർഗങ്ങൾ മുഴുവൻ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ആളുകൾ ഉണ്ണികൃഷ്ണന്മാരാണെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചല്ലേ? എല്ലാ പേരിലുള്ള ആളുകൾ, എല്ലാ തരത്തിലുള്ള ആളുകളും അത്തരത്തിൽ അഭിപ്രായങ്ങൾ പറയും. അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്ന് പറയൂ, ഒന്ന് ആവർത്തിക്കൂ ഡോക്ടർ ജിൻഡോ ജോൺ. ഏത് ഉണ്ണികൃഷ്ണന്മാരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞത് നമ്മുടെ നാട്ടിലേക്ക് ഈ അസാന്മാർഗിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ പറയുന്ന ചില പേരുകളിലൊന്നാണ് ഉണ്ണികൃഷ്ണൻ എന്നാണ്. അല്ല, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആളുകൾ സംസാരിക്കുന്ന ഒരു ടെർമിനോളജിയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പറയുന്നത് അത്തരം ഒരു ടെർമിനോളജി ഞാൻ കേട്ടിട്ടില്ല. ഞാനും അങ്ങും ഉപയോഗിക്കുന്ന മലയാള ഭാഷയല്ലേ, ഞാനും അങ്ങും ജീവിക്കുന്നത്. കേൾക്കാത്തതെല്ലാം അല്ല മാധു കേൾക്കാത്തതെല്ലാം ഇല്ലാത്തതാണെന്നും മാധു കേൾക്കുന്നത് മാത്രമാണ് ഉള്ളതെന്നും വിചാരിക്കാനും പാടില്ല. നാട്ടിലെ ആളുകളെ കുറിച്ച് അനാവശ്യം എഴുതി പിടിപ്പിക്കുന്നവർക്കൊക്കെ പൊതുവെയുള്ള പേര് ഡോക്ടർ ജിൻഡോ ജോൺ ആണ് എന്ന് അങ്ങനെ പറയാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞ അങ്ങ് സമ്മതിച്ചു തരുമോ? ഡോക്ടർ ജിൻഡോ ജോൺ എന്ന പേരുള്ള ഏതെങ്കിലും തോന്നിവാസികൾ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ഉപയോഗിക്കാം. കോംപ്രമൈസ്. നാട്ടിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന ആളുകളെ പൊതുവെ ഇത്രയും ഇപ്പൊ ഇനിയിപ്പോ അങ്ങക്കൊക്കെ അറിയാവുന്ന നാട്ടിൽ വിളിക്കുന്നത് ഉണ്ണികൃഷ്ണന്മാർ എന്നാണ്. ഇനി നാട്ടിലെ ആളുകളെ പറ്റി അനാവശ്യം എഴുതി പിടിപ്പിക്കുന്ന ആളുകളെ മാധു പറയുന്ന പോലെ അല്ല ഞാൻ പറഞ്ഞത്. നാട്ടിൽ തോന്നിവാസം ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പേര് നമുക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, എല്ലാ പേരിലും ഞാൻ പറഞ്ഞതല്ല, അങ്ങാണ് പറഞ്ഞത്. നാട്ടിൽ അസാന്മാർഗിക പ്രവർത്തനം നടത്തുന്ന ആളുകളെ പൊതുവെ വിളിക്കുന്ന ചില പേരുകൾ ഉണ്ണികൃഷ്ണൻ എന്നാണെന്ന് ഞാൻ പറഞ്ഞോ ഡോക്ടർ ജിൻഡോ ജോൺ? അങ്ങല്ലേ പറഞ്ഞത്? എന്നിട്ട് പറയണ അതിവായനയാണെന്ന്. മാതൃഭൂമി ന്യൂസ് സൂപ്പർ പ്രൈം ടൈമിൽ ചർച്ച നടത്തിയ സമയത്തായിരുന്നു വിവാദ പരാമർശം കഴിഞ്ഞ ദിവസം ജിൻഡോ ജോണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയാണ് ജിൻഡോ ജോൺ. ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നാക്കുപിഴ സംഭവിച്ചുവെന്ന് ജിൻഡോ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച പോസ്റ്റുകളിൽ മാറ്റമില്ലെന്നും ജിൻഡോ ജോണിന്റെ നിലപാട്.